നമസ്കാരം. ഓഗസ്റ്റ് 30 പറവൂർ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് 28 ആളുകൾ സോപാന സംഗീതത്തിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. ഈ 28 പേരെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് അമ്മമാരും മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മമാരും പിന്നെ ഒരു അനിയത്തിയുണ്ട്. ഇവർ ഇത്രയും പേരാണ് അരങ്ങേറ്റം നടത്തുന്നത്. അപ്പോൾ ഇതില് ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ബീന. ചേച്ചി സ്ഥലം എവിടെയാണ്? ചേച്ചി ഇപ്പോ ഈ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മള് ക്ഷേത്രത്തിന്റെ അകത്ത് മാത്രം കാണുന്നൊരു സംഭവമാണ്. അതിപ്പോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ ഗുരുനാഥൻ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അല്ലെ? അപ്പോ ചേച്ചി ഇതിലെങ്ങനെ എത്തിപ്പെട്ടു? എന്റെ വീട് പറവൂരാണ്. ഞാൻ പെരുവാര ശിവക്ഷേത്രത്തിൽ സാധാരണ പോകാറുണ്ട്. അപ്പോൾ ആശാന്റെ ഇത് കേൾക്കാറുണ്ട്, സോപാനം പാടുന്നത് കേൾക്കാറുണ്ട്. പിന്നെ അമ്പലത്തിൽ തൊഴുത് വെക്കുമ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ കേട്ട് തൊഴുത് നിൽക്കുമ്പോൾ ഉള്ളൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഇത് പഠിക്കാൻ. പിന്നെ ഞാൻ കോളേജിൽ അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പം എന്തായാലും ഇങ്ങനെ ഇഷ്ടമുള്ള കലകൾ പഠിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയോടുകൂടി നടന്നിരുന്നു. പിന്നെ ഞാൻ ഇവരുടെ മുമ്പത്തെ അരങ്ങേറ്റം കണ്ടിട്ടുണ്ട്, അമ്പലത്തിൽ പെരുവാരത്ത് തന്നെ കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ വിചാരിച്ചിരുന്നു പഠിക്കണം എന്ന്. അങ്ങനെ ആശാനെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കണ്ടുമുട്ടി, അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി. അങ്ങനെ പഠിക്കാൻ ഇറങ്ങി. വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ 28 പേരുണ്ട്. പ്രാക്ടീസൊക്കെ വളരെ രസകരമാണ്. പിന്നെ സോപാന സംഗീതം എന്ന് വെച്ചാൽ എനിക്ക് അധികം അറിയില്ല. നമുക്കതിലേക്ക് കടന്ന് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അത്രയ്ക്കുള്ളൂ. ഇടയ്ക്ക് മാത്രമല്ല, പാട്ടുകൂടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. സോപാന സംഗീതമാണ്. അതായത് സോപാന സംഗീതം സംസ്കൃതമാണ്. ഞാൻ സംസ്കൃത അധ്യാപികയാണ്. അപ്പൊ അഷ്ടപതിയാണ് കൂടുതലും. മത്സരങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. സ്കൂളുകളിലെ മത്സരങ്ങളിൽ അഷ്ടപതി പാടാറുണ്ട് കുട്ടികൾ. അന്നേ എനിക്കിഷ്ടമാണ് ഇത് കേൾക്കാനും. അരങ്ങേറ്റം കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നമുക്ക് പാടാനുള്ള അനുവാദം ഉണ്ടോ? സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിൽ പാടാൻ അനുവാദം ഇതേവരെ ഇല്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾക്കിപ്പോ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാടാമെന്ന് വിചാരിക്കുന്നു. ആശാനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാൻ. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ജിഷ. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഹൗസ് വൈഫാണ്. വർക്ക് ചെയ്തിരുന്നു. ഹൗസ് വൈഫാണ്. ചേച്ചി ഇപ്പോ എത്ര നാളായി ഈ ഒരു പരിശീലനം തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ ഞാൻ വന്നിട്ട് ഇവിടെ 1 വർഷം ആവണുള്ളൂ. സ്ഥലം കുഴൂര്. അപ്പൊ ഈ എങ്ങനെ മാസത്തിൽ എത്ര തവണ ഇതിന്റെ പരിശീലനം ഉള്ളത്? ഇവിടെ ചൊവ്വയും ശനിയാണ് വരുന്നത് ആഴ്ചയില്. എന്താ ഇതിൽ വന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫീലിംഗ്? എങ്ങനെയാണ്? നല്ല ഫീലിംഗ്. അതായത് നമുക്ക് എന്താ പറയുക, ഭഗവാന്റെ ഒരു ഇതാണല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത ഈശ്വരന്റെ അനുഗ്രഹം നല്ലോണം വേണം ഇത് കൊട്ടിപ്പഠിക്കാൻ. അപ്പോൾ ആ ഒരു എന്താ പറയാ, വളരെ സന്തോഷത്തിലാണല്ലേ? വളരെയധികം സന്തോഷമാണ്. പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇതില് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. പക്ഷെ സ്ത്രീകൾക്ക് സംബന്ധിച്ച് ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ നമുക്കത് എന്താ പറയാ, അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. ചേച്ചി നമസ്കാരം. സുനിത. എവിടെ വീട്? എവിടെ? തുരുത്തിപ്പുറം. ഇപ്പൊ എത്ര നാളായി ചേച്ചി? ഞാനൊരു ഏകദേശം 2 വർഷത്തോളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ജോലി ഉള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ എനിക്ക് വരാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച്. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു.
ഇപ്പോഴും ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ശരി. ഇപ്പോ ഈ ഇതിനിടയിൽ ആണ് ഈ ഒരു പരിശീലനം ഉള്ളത്. ജോലിയുടെ ഇടയിൽ നിന്ന് ലീവ് എടുത്ത് വന്നിട്ടാണ് ഇതിന്റെ പരിശീലനമൊക്കെ തുടരുന്നത്. എങ്ങനെയുണ്ട് ഇത് ഈ ഒരു സംഭവത്തിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? സംഭവത്തിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാല് ഒരു നല്ലൊരു മാനസിക ഉല്ലാസമാണ്. ശരിക്കും ഒരു സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പിന്നെ ഇതൊരു ദേവസംഗീതമാണല്ലോ, അതിൻ്റെ ആയിട്ടുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ പരിശീലനം ആരംഭിച്ചതിന് ശേഷം ഈ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാവാറുണ്ട് ഈ സമയക്രമത്തിന്റെ കാര്യത്തിൽ? ജോലിയുടെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിയിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മാനേജ്മെന്റും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ഇതിനു വേണ്ടി വർക്ക് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും എല്ലാം അവർ നല്ലൊരു സഹകരണമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പരിശീലനം നടത്താറുണ്ട്? ഇവിടെ കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ചെയ്ത് നോക്കാറുണ്ട്. മോളെ നമസ്കാരം. നമസ്കാരം, എന്റെ പേര് അയനാകൃഷ്ണ. എത്രാം ക്ലാസ്സിൽ? ഞാൻ ഇപ്പൊ +1 മാള സക്രോസില്. ഇപ്പൊ എത്ര നാളായി ഇത് പരിശീലനം? 2 വർഷത്തോളായി. അപ്പൊ ഈ അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ്? അതെ. വീട്ടില് പരിശീലനം ഉണ്ടോ? ചെയ്യാറുണ്ടോ? ഫ്രീ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഫ്രീ ആകുമ്പോ ചെയ്യും. ഇപ്പൊ കലോത്സവത്തിൽ ഒരുപാട് ഈ ഒരു പല സംഭവങ്ങളുള്ളതിൽ ഒന്ന് ഈ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ അതില് പങ്കെടുത്തിരുന്നു? ഇല്ല. ഇനി വേണം, അരങ്ങേറ്റം കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി എന്തായാലും പോകും കലോത്സവത്തിന്? ചെയ്യും. എങ്ങനെയുണ്ട് മൊത്തത്തില് ഇതില് വന്നതിന് ശേഷം? ഇവിടെ വന്നിട്ട് ശരിക്കും ഇവിടെ ഉള്ള എല്ലാവരും ഒരു ഫാമിലി പോലെയാ. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ പല ഏജിലുള്ള ആളുകളുടെ കൂടെ ഒന്ന് പഠിക്കുമ്പോ നമുക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു. സന്തോഷത്തിലാണ്. കാത്തിരിപ്പാണ് ഈ ഒരു യെസ്, അതെ. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ഷീബ. എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യം പെട്രോൾ പമ്പിലായിരുന്നു, ഒന്നിനും പോണില്ല. പ്രഭുവിന്റെ പമ്പിലുണ്ടായി വന്നാലും പിന്നെ ബൈപ്പാസിലൊക്കെ ഉണ്ടായി. കുറെ വർഷങ്ങളായി ഇതിനോടുള്ള ആഗ്രഹം തുടങ്ങിയിട്ട്. ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കാണുമ്പോൾ അത് നോക്കി നിൽക്കുമായിരുന്നു, കൊട്ടണതും പാടണതൊക്കെ. പിന്നെ പമ്പി നിൽക്കുമ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. ഞാൻ വെളുപ്പിന് 6 മണിക്ക് 2 മണിക്കാണ് ഇറങ്ങണത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടൈമൊന്നും കിട്ടൂല. അപ്പൊ പമ്പി പോവാതായി പിന്നെയാണ് ഞാനത് പഠിക്കാൻ ഇറങ്ങിയത്. ഇപ്പൊ 2 വർഷം ആവണം പഠിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇതിൽ വന്നതിന് ശേഷമുള്ള ഒരു മാനസിക ഉല്ലാസം എങ്ങനെയുണ്ട്? ഉണ്ട്, നല്ല മാറ്റമുണ്ട്. ഞാൻ ആദ്യം ഒറ്റപ്പെട്ട് ഇങ്ങനെ മൂകായിട്ടൊക്കെ റൂമിലൊക്കെ ഇരിക്കുള്ളായിരുന്നു. പിന്നെ ഇവിടെ വന്നേ പിന്നെ എല്ലാവരൊക്കെ ആയിട്ട് പരിചയമായി. ഇപ്പൊ എല്ലാവരും ഒരു കുടുംബം പോലെ അങ്ങോട്ട് പോകണം. എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട്. പഠിക്കാനൊക്കെ ഓരോരുത്തർ തമ്മിലൊക്കെ സഹായിക്കാറുണ്ട്. നമുക്ക് പറ്റാത്തൊക്കെ അവർ പറഞ്ഞുതരും. ചേച്ചി നമസ്കാരം. ജിന്നി. എവിടെ വീട്? എവിടെ? മൂത്തോന്ന്. ചേച്ചി ഇതിപ്പോ പരിശീലനം ഇപ്പൊ നിങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കുമല്ലോ, ഈ അരങ്ങേറ്റത്തിന് തൊട്ട് മുന്നോടിയായിട്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? വളരെ സന്തോഷം. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ആശാനോടാണ്. കാരണം ഈ ഒരു ഏജിലും ആശാന ശിഷ്യ ആയിട്ട് എന്താ പറയാ ഒരുപാട് എഫേർട്ട് എടുക്കണം, അതന്നെ പരിഗണന തന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷാണ്. അപ്പൊ അത് എത്ര നന്ദി പറഞ്ഞാലും. വീട്ടിലാരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, മോന്, അമ്മ. അവരൊക്കെ എന്താ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ? ഒത്തിരി സപ്പോർട്ടാണ്. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും നമുക്ക് ഇതിന് വരാൻ പറ്റില്ല. വർക്ക് ചെയ്യണുണ്ട്. അപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ CMFRIയിൽ. ഇപ്പോ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിരുന്നോ ഈ ഒരു പരിശീലന വേളയിൽ? ഫസ്റ്റ് ടൈം ഞാൻ 2 വർഷമായി ജോയിൻ ചെയ്തിട്ട് ഇവിടെ. അപ്പൊ അതിനിടയിൽ ഒരു എന്താ പറയാ ചെറിയൊരു വയ്യായികയൊക്കെ വന്നായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്റെ സഹപ്രവർത്തകരും ആശാനും തന്ന ഒരു സപ്പോർട്ട് വീണ്ടും എന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അത് ഇത്രത്തോളം എത്തിയപ്പോ ഒരുപാട് സന്തോഷമാണ്. ഇനി ഞങ്ങൾ അരങ്ങേറ്റത്തിന് വേണ്ടി ഇങ്ങനെ എന്താ പറയാ കാത്തിരിപ്പില്ല. ഫാമിലി എല്ലാവരും വരും? വീട്ടുകാരെല്ലാവരും വരും. എന്റെ കുടുംബക്കാർ വരും, റിലേറ്റീവ്സ് വരും, ഓഫീസിൽ നിന്ന് സ്റ്റാഫ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഈ അരങ്ങേറ്റം എത്ര സമയം ഉണ്ടാവും? ഒരു 1.25 മണിക്കൂറോളം ഉണ്ടാവും. അപ്പൊ അതിനായിട്ടുള്ള എല്ലാം സെറ്റപ്പ് ആയി പഠിച്ച് എല്ലാം റെഡി ആയി? ആശാന് എന്റെ സഹപ്രവർത്തകരന് ഒരുപാട് സപ്പോർട്ട്. കാരണം ഏജിന്റെ ഒരു പ്രശ്നം കൊണ്ട് വളരെ എന്താ പറയാ സ്ലോ ആയിട്ടാണ് നമ്മള് പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു വലിയ സപ്പോർട്ടാണ്. എന്നെ ഇത്രത്തോളം എത്തിച്ചതിന് എനിക്ക് എന്റെ ആശാനോടും എന്റെ സഹപ്രവർത്തകരോടും ഈ സഹപാഠികളോട്, സഹപ്രവർത്തകരല്ല സഹപാഠികളോട് ഒരുപാട് നന്ദി പറയുന്നു.